കന്യാസ്ത്രീകൾക്കും പുരോഹിതർക്കും തെരുവിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കൊന്തയും വെന്തിങ്ങയും ധരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പ്രതിഷേധിക്കേണ്ടത് നമുക്ക്. MP-മാർ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇത് വലിയ വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംവിധാനത്തിനെതിരെയുള്ള, കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് എന്നതടക്കം തന്നെ പറയുന്നുണ്ട്. അമിത്ഷായെ കണ്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്, കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ BJP ഘടകം അവിടുത്തെ BJP ഘടകത്തോട് തന്നെ പറഞ്ഞിട്ട് നടക്കാത്ത ഒരു കാര്യം, കോൺഗ്രസിന്റെ CPM-ന്റെ MP-മാർ സംയുക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചാൽ കേന്ദ്രം ഇതിൽ ഇടപെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല മാധു, ഇതിൽ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഞെട്ടി എന്ന് ചില ആളുകളൊക്കെ പെട്ടെന്ന് ഞെട്ടുക. ഇങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് കുടിവെള്ളം പോലും നിഷേധിച്ചുകൊണ്ട് മരണത്തിലേക്ക് വഴിയൊരുക്കിയപ്പോൾ ഇത്ര വലിയൊരു വിലാപം കണ്ടില്ല. അന്നും ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ തെരുവ് നിറഞ്ഞും തെരുവിനകത്തും പാർലമെന്റിനകത്തും ഒക്കെ നിരന്തര സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഞങ്ങളുടെ കൂടെ അധികം പേരുണ്ടായിരുന്നില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക. 2023 734 ആസൂത്രിത അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം ഈ രാജ്യത്ത് അരങ്ങേറി. 2024 അത് 864 വർദ്ധിച്ചു. ഈ വർഷം മാത്രം 2025 ജൂൺ മാസം വരെ 376 നടന്നു കഴിഞ്ഞു. ഇതൊക്കെ ആസൂത്രിതമായിട്ട് സംഘപരിവാറിന്റെ പരിവാർ സംഘടനകൾ നടപ്പാക്കുന്നതാണ്. ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും അതുപോലെ സന്യസ്തർക്കും പുരോഹിതർക്കും വിശ്വാസികൾക്കുമെതിരെ, മറ്റ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്നത് ആയിരക്കണക്കിന് അക്രമങ്ങളുണ്ട്. അത് വേറെ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് അക്രമങ്ങൾ നമ്മൾ ഇത് കൂട്ടിയിട്ട് പോലുമില്ല. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ ചിലരൊക്കെ സ്വയം സമ്മതമായിട്ടുള്ള ചില മൗനത്തിലായിരുന്നു. ഇന്ന് പെട്ടെന്ന് വരുന്നതിന്റെ കാരണം കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ. ഇവിടെ നീതി നടപ്പാക്കുമെന്ന പറയാം. ഞാൻ പറയുന്നത് ഈ 2 കന്യാസ്ത്രീമാർക്ക് നീതി ഓൾറെഡി നിഷേധിക്കപ്പെട്ടു. അവര് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 6 ദിവസം ജയിലിലടക്കപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. ഇനി അവർക്ക് ജാമ്യം കിട്ടുന്നത് പോലും നീതിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജാമ്യം കിട്ടിയാൽ മാത്രം പോരാ, അവർ 6 ദിവസം അകാരണമായി കുറ്റം ചെയ്യാതെ തന്നെ ജയിലിൽ കിടന്നതിന് പരിഹാരം കൂടി ചെയ്യപ്പെടുമ്പോഴാണ് അവർക്ക് നീതി നടപ്പാക്കപ്പെടുക. ആ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെ കോടതികളെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംഘപരിവാർ സംഘടനകൾ, ബജറംഗ് ദൾ അല്ലെങ്കിൽ ശ്രീരാമസേന, ഹനുമാൻ സേന, വിശ്വഹിന്ദു പരിഷത്ത് പോലെയുള്ള സേനകൾ വളരുമ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മൗനത്തിലാണ്, അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കണ്ടേ? ഇവിടെ കുർബാന വിലക്ക് വരുന്നുണ്ട്, ഇവിടെ കുരിശിന്റെ വഴി തടയപ്പെടുന്നുണ്ട്, ഇവിടെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനകൾ തടയപ്പെടുന്നുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടയപ്പെടുന്നുണ്ട്, തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്കും പുരോഹിതർക്കും തെരുവിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, കൊന്തയും വെന്തിങ്ങയും ധരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പ്രതിഷേധിക്കേണ്ടത് നമുക്ക്. ഈ കേരളത്തിന് പുറത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ആസൂത്രിതമായിട്ട് അക്രമം നടക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പത്രങ്ങളിൽ ലേഖനം എഴുതിക്കൊണ്ടോ പ്രാർത്ഥന കൂട്ടായ്മ സഹായം സ്വീകരിച്ചതുകൊണ്ടോ മെഴുകുതിരി പ്രതിഷേധം നടത്തിക്കൊണ്ടോ മാത്രം കാര്യമില്ല. അവരൊക്കെ അരമനകൾ കയറി വന്ന്, പള്ളിമേടകൾ കയറി വന്ന് കേക്കും അല്ലെങ്കിൽ മധുരപലഹാരവും കള്ളച്ചിരിയും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ, കൈമുത്തൽ നടത്തുമ്പോൾ വീണു പോകാൻ പാടില്ല. കൈവിലങ്ങും കാരാഗ്രഹവും കൽത്തുറുങ്കും കൊല്ലും കൊലവിളിയും കൊലപാതകം നടത്തുമെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇവിടെ നമ്മുടെ പുരോഹിതരെ ആക്രമിക്കുമ്പോൾ, നമ്മുടെ കന്യാസ്ത്രീകൾക്ക് റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, പൊതുജീവിതം തടസ്സപ്പെടുത്തുമ്പോൾ നമ്മൾ എതിർക്കണ്ടേ? ഇത് ഒറ്റ ദിവസത്തെ എതിർപ്പിൽ നിന്ന് പോയക്കൂടാ. ജന്തർ മന്ദിറിൽ 79 സംഘടനകൾ ഒന്നിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ നിന്ന് പോയിക്കൂടാ. ഇത് നിരന്തരം എതിർക്കപ്പെടണം. സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ആസൂത്രിത അക്രമങ്ങളെ നിരന്തരം എന്നോണം എന്നും നമ്മൾ എതിർക്കണം. അത് ഇടവേളകൾ ഇട്ട് ചെയ്താൽ പോരാ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ ഈ വർഷം മാത്രം നമ്മുടെ വരാപ്പുഴയിലുള്ള ലീനസ് അച്ഛനടക്കമുള്ള ആളുകളെ അതിക്രൂരമായിട്ട് ആക്രമിച്ചില്ലേ? തൃശ്ശൂരുള്ള 2 പുരോഹിതരെ അതിക്രൂരമായിട്ട് മധ്യപ്രദേശിൽ ആക്രമിച്ചില്ലേ? അപ്പൊ നിരന്തരം ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ സർവ്വ സൗകര്യങ്ങളിലും ഇരിക്കുന്ന, ഒരുമാതിരിപ്പെട്ട എല്ലാ പിന്തുണയിലും ഇരിക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പുരോഹിതൻ സംസാരിച്ചല്ലോ, 98 മുതൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൂടിക്കൊണ്ടുവരുന്നു. അതിന്റെ അർത്ഥം എന്താ? 98-ൽ വാജ്പേയിയുടെ സർക്കാർ വന്നത് മുതൽ സകല സംഘപരിവാർ സംഘടനകളും തെരുവ് നിറഞ്ഞുകൊണ്ട് സകല ന്യൂനപക്ഷങ്ങളെയും, ആദിവാസികളെയും, ദളിതരെയും, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും ആസൂത്രിതമായിട്ട് അക്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൂടി നമ്മൾ പറയണ്ടേ? ഇനി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് സർക്കാരിന്റെ മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടാണ് 69-ൽ ആന്റി കൺവേർഷൻ ലോ വന്നെന്ന്. അങ്ങനെയല്ല. അതിന്റെ ചരിത്രം കൂടി പരിശോധിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത്, ബ്രിട്ടീഷ് റൂളിന്റെ കാലത്ത് 1936-ൽ രാജ്കർ സ്റ്റേറ്റ് കൺവേർഷൻ ആക്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം 1968-ൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൺവേർഷൻ ആക്ട് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഏതെങ്കിലും കന്യാസ്ത്രീക്ക് തിരുവസ്ത്രം ധരിക്കുന്നതിന് പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പിതാവേ,
പറയണ്ടേ? ഏതെങ്കിലും പുരോഹിതർക്ക് കൊന്തയും വെന്തികയും ധരിക്കുന്നതിന്റെ പേരിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയത്തിൽ കുർബാന അർപ്പിച്ചപ്പോൾ കുർബാന വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥം കോൺഗ്രസ് മൃദു ഹിന്ദുത്വം സ്വീകരിച്ചു എന്നല്ല. അതിന്റെ അർത്ഥം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ സർവ്വമത ന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാ. ഇനി ഒരു കാര്യം കൂടി, പോലെ എനിക്ക് ഒരു മിനിറ്റ് കൂടി തന്നെ തെറ്റിദ്ധാരണ മാറ്റണമല്ലോ. 2006 BJP സർക്കാർ ഈ നിയമത്തെ അമെൻഡ് ചെയ്തു. BJP സർക്കാർ അമെൻഡ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? ഘർവാപ്പസി പോലും നടത്താനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയിൽ. അതിനുശേഷം 2024 ഫെബ്രുവരി മാസം BJP സർക്കാർ ഛത്തീസ്ഗഡിൽ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അമെൻമെന്റ് കൊണ്ടുവരുന്നു. 2023 മാത്രം 148 ആസൂത്രിത അക്രമങ്ങൾ ഛത്തീസ്ഗഡിൽ മാത്രം നടന്നിട്ടുണ്ടെന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണ്ടെത്തലാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ ഇടപെടുകയാണ്. പ്രമോദ് പുരങ്കരൻ, ഞാൻ അങ്ങയിലേക്ക് വന്നിട്ടില്ല, അങ്ങയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം.